ഹലോ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലൈക്കൊക്കെ അടിച്ച് കമൻറ്റൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീഡിയോസിൽ അധികം ലാഗ് ഒന്നുമില്ല കേട്ടോ. ഞാനിത് ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് ലേറ്റസ്റ്റായിട്ട് ഈ ഇടയായിട്ട് കുറച്ച് ദിവസം ഒരു 1 month ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് ലേറ്റസ്റ്റ് വേർഷൻ iPad M5 2025. സോ പ്രോ ആണ്, ഐപാഡ് പ്രോ ആണ്. അപ്പം കുറേ ആൾക്കാർ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടായിരുന്നു. നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ BGMI റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വീഡിയോയും ഒക്കെ ഗെയിം റിലേറ്റഡ് ടെക് വീഡിയോസ് എല്ലാം അതിനകത്ത് വരും. അപ്പോൾ ഇതിലും ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഷോർട്സിലെല്ലാം ഞാൻ നല്ല നല്ല ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഐപാഡിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും പെർഫോമൻസും പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ മാക്സിമം ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഗെയിം രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഐപാഡ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുറത്ത് പോകുമ്പം എനിക്കൊരു മാക്ക് പോലെ എനിക്ക് ചെറിയ എഡിറ്റിംഗ് പർപ്പസ് ഉണ്ട്. സോ അതിനൊരു നല്ലൊരു പ്രോസസ്സർ വേണമായിരുന്നു. അതോടൊപ്പം തന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ മാറ്റിയിട്ട് ഐപാഡിലോട്ട് മാറിയത് നമുക്ക് സെപ്പറേറ്റ് ഒരു സാധനം ഗെയിം കളിക്കാൻ വേണ്ടിയുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനം ഒരു ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗെയിമിങ് എപ്പോഴും നമ്മുടെ പേഴ്സണൽ ഫോണിൽ യൂസ് ചെയ്യാതെ മാക്സിമം ഒരു ഐപാഡ് പോലത്തെ സാധനമോ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഇത് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഗെയിം എന്ന് പറഞ്ഞ സാധനം ഒരു BGMI പോലത്തെ ഒരു ഗെയിം മാത്രമല്ല, നമുക്ക് പല ടൈപ്പ് ഗെയിം നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇത് നമുക്ക് ബാക്ക് സൈഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഐപാഡ്സും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ട് സൈഡ് കണ്ടു കഴിഞ്ഞാൽ, ബാക്ക് കണ്ടാൽ മാത്രമേ അതിൻ്റെ ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് ഐപാഡ് പ്രോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ക്യാമറയും അതിൻ്റെ സെൻസേഴ്സും അതിൻ്റെ ഫ്ലാഷൊക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ 2 ക്യാമറയെന്ന് തോന്നുന്നു. കണ്ടില്ലേ? സോ ഇതാണ് സാധനം, ഐപാഡ് പ്രോ M5 ആണ്. M4 ഒക്കെ ഉണ്ട്. ഇത് M5 ചിപ്സെറ്റ് വരുന്ന സാധനമാണ്. ഇതിൻ്റെ സ്ലിം നോക്കി നിങ്ങൾ, വളരെ സ്ലിമ്മാണ് കേട്ടോ. ഇതങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. മാക്സിമം സൂക്ഷിച്ച് യൂസ് ചെയ്യുക. വളരെ സ്ലിമ്മായിട്ടുള്ളൊരു സാധനമാണ്. ഇത് 11 ഇഞ്ചാണ് വരുന്നത്. 13 ഇഞ്ച് വരുമ്പോൾ ഇച്ചിരി കൂടെ അത്യാവശ്യം നല്ലൊരു സൈസ് വരും. ഓക്കെ, അപ്പം അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, സൈസൊക്കെ കണ്ടില്ലേ? ഇത്രയും സ്പീക്കേഴ്സ്, ഇവിടെ രണ്ട് സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ 2 സെക്ഷൻ സ്പീക്കർ, ഒരു C ടൈപ്പ് കേബിളൊക്കെ വരുന്നുണ്ട്. ഒരു കേബിള്, ചാർജറിൽ അഡാപ്റ്റർ എല്ലാം പ്രൊവൈഡ് ചെയ്യും കേട്ടോ ഐപാഡിൻ്റെ കൂടെ. അപ്പം ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് പറയാൻ വേണ്ടി വന്നതാണ്. ആൾക്കാർ എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ഈ ഐപാഡ് പ്രോ ചൂസ് ചെയ്യാൻ വേണ്ടി പറയാനുള്ള കാരണം, നിങ്ങൾക്ക് റേറ്റ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് എയറിലോട്ട് ട്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എയറിൻ്റെ പെർഫോമൻസ് കുറവാണ്. നിങ്ങൾക്ക് ലാഗ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പുതിയ ഗെയിമിൻ്റെ പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് അവിടെ ലാഗ് വരാനുള്ള ചാൻസ് എയറിലുണ്ട്. പെർഫോമൻസ് കുറവുള്ള പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ അവിടെ 60 FPS ഉള്ളൂ. ഇതിനകത്ത് വരുമ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫ്രെയിം റേറ്റ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിനകത്ത് വരുന്നത് BGMI നമുക്ക് 90 120 ഒക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 90 ആണെന്ന് തോന്നുന്നു സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാനത് 90 ഇട്ടിട്ടേ കളിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പം മറ്റേലാണെങ്കിൽ 60 FPS കിട്ടുള്ളൂ. ഇതിനകത്താകുമ്പോൾ നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ കളിച്ച് കാണിക്കുന്നില്ല, കളിക്കുന്ന വീഡിയോസ് ഞാൻ പിന്നെ ചെയ്യാം. നമ്മുടെ അക്കൗണ്ടൊന്നും ലോഗിൻ ആക്കി വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഗെയിം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ലുക്ക് കണ്ടില്ലേ? നമുക്ക് കീപാഡും അതുപോലെ തന്നെ പെൻസിലും, ആപ്പിൾ പെൻസിലൊക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല റേറ്റാണ്. നിങ്ങൾ മാക്സിമം ആപ്പിളിൻ്റെ യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് ലാഗില്ലാതെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി നല്ല കമ്പനീസൊക്കെ ഉണ്ട്. ഞാൻ പിന്നീടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. നമ്മൾ വീഡിയോസിൽ നമ്മൾ കഫേയിലൊക്കെ പോകുമ്പോൾ ഈ ഐപാഡ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആൾക്കാർ ചോദിച്ചു, ഏതാ ബ്രോ ഐപാഡെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഐപാഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തർക്കും പല റീസൺസാണ്. അപ്പോൾ എൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിങ്ങിനും വേണ്ടിയിട്ട് ഒരു മാക്ക് എടുക്കാൻ വയ്യ. സോ എനിക്കൊരു ഐപാഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോർമലി നമുക്ക് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഐപാഡിൽ ഒതുങ്ങുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 256 എടുത്തേക്കുന്നത്. ഇതുവരെ കുഴപ്പമില്ല, ലാഗൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ ഡീൽസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ താഴെ പോയേനെ. ഇതിൻ്റെ ഡീൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. 256 ആണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അടിപൊളി സാധനമാണ്. നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ എയർ മാക്സിമം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ EMI ഇട്ടിട്ടാണെങ്കിലും
പ്രോ സീരീസ് എടുക്കുക. ഏകദേശം നിങ്ങളൊരു ഐപാഡ് ഒരു ആപ്പിൾ എടുക്കുന്ന പ്രൈസേ ഉള്ളൂ, 1 ലക്ഷം രൂപ ഏകദേശം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പം ഇതിൽ വരുമല്ലോ, ഈ ദീപാവലി ബിഗ് ബില്യനൊക്കെ വരുമ്പോൾ റേറ്റ് എന്തായാലും കുറയും. സോ ആ സമയത്ത് നിങ്ങൾ പ്രോ സീരീസ് എടുക്കാൻ ട്രൈ ചെയ്യുക. ഗെയിമിങ്ങിന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഐപാഡ് പ്രോ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ല നല്ല പ്രൊഡക്റ്റും ടെക് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും. ട്രാവൽ വീഡിയോസ് എന്തായാലും ചെയ്യും. നമ്മളൊരു ക്യാമറ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നല്ല നല്ല ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ ഗൈസ്.